വാങ്ങിയ പപ്പടം എന്നാൽ അതുണ്ടാക്കിയത് നാളെ. കേൾക്കുമ്പോൾ ഇതെന്താടാ ഈ പറയുന്നേ, കേട്ടിട്ടൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്നാണെങ്കിൽ സംഗതി പറയാം. കോട്ടയം കടുവാകുളത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്നും ഇന്ന് വാങ്ങിയ പപ്പടത്തിന്റെ കവറിലെ തീയതിയാകട്ടെ ഇന്നത്തേതല്ല, അത് നാളത്തേത്. ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. മുമ്പേ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പപ്പടക്കൂട്ടത്തിൽ വ്യാജന്മാരുണ്ടെന്നുള്ള വാർത്തകൾ. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പപ്പട പാക്കറ്റിൽ രേഖപ്പെടുത്തിയ തീയതി എത്തുന്നതിന് മുൻപ് തന്നെ അത് മാർക്കറ്റിൽ വിൽപ്പനയ്ക്കായി എത്തിയിരിക്കുന്നു എന്ന വാർത്തകളും പുറത്തു വരുന്നത്. ഇതോടെ പപ്പടത്തിന് പിന്നിൽ നടക്കുന്ന മറ്റൊരു തട്ടിപ്പ് കൂടിയാണ് പുറത്തു വരുന്നത്. നമുക്കറിയാം, ഏതുൽപ്പന്നമായാലും അത് നിർമ്മിക്കുന്ന അല്ലെങ്കിൽ പാക്കിംഗ് തീയതി രേഖപ്പെടുത്തണം എന്നത് നിർബന്ധമായ ഒരു കാര്യമാണ്. ഇതിനോടൊപ്പമാണ് നാം ഫ്രഷ് എന്ന് കരുതി വാങ്ങുന്ന സാധനങ്ങൾ തയ്യാറാക്കിയത് എന്നാണ്, എങ്ങനെയാണ് എന്നൊക്കെ എണ്ണത്തിൽ പോലും തട്ടിപ്പ് നടത്തുന്നത്. തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയാണ് ഇപ്പോൾ കടുവാക്കുളത്തെ പപ്പട കച്ചവടത്തിലൂടെ പുറത്തു വരുന്നത്. പഴയ സാധനങ്ങളുടെ പുറത്ത് പുതിയൊരു തീയതി വെച്ച് വിതരണം ചെയ്യുന്ന പ്രവണതയാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. എന്തായാലും പപ്പടം മാത്രമല്ല, നിത്യോപയോഗ സാധനങ്ങൾ പോലും വാങ്ങിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതേസമയം നാം ഇതിനു മുമ്പും ഇത്തരത്തിൽ പപ്പടത്തിൽ വ്യാജന്മാർ കളം പിടിച്ചുവെന്ന് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഉഴുന്ന പപ്പടക്കാരവും ഉപ്പും വെള്ളവും മാത്രമായിരുന്നു പണ്ട് പപ്പടത്തിലെങ്കിൽ ഇപ്പോൾ അതിലൊക്കെ മായം കലർത്തൽ വ്യാപകമായി കഴിഞ്ഞിരിക്കുകയാണ്. ഉഴുന്നിന്റെ വില കിലോയ്ക്ക് 140 പപ്പടം ഇപ്പോൾ 40 രൂപ വിലയുള്ള മൈദയിലേക്ക് മാറിയിരിക്കുന്നു. ഇതോടെ പരിപ്പിനൊപ്പം പപ്പടവും ചേർത്തൊന്ന് പിടിപിടിക്കുമ്പോൾ കേടാകുന്നത് നമ്മുടെ ആരോഗ്യമാണെന്നത് ഓർക്കുക. 100 ഗ്രാം ഉഴുന്നിൽ 18 അല്ലെങ്കിൽ 25% പ്രോട്ടീൻ ഉണ്ട്. ഇത് 100 ഗ്രാം മുട്ടയേക്കാളും പാലിനേക്കാളും ഇരട്ടിയാണ്. 1 കിലോ ഉഴുന്ന് കൊണ്ട് ഏകദേശം 250 മുതൽ 300 വരെ പപ്പടം ഉണ്ടാക്കാം. പപ്പടക്കാരത്തിന് പകരം അലക്കുകാരം ഇടം പിടിക്കുന്നതോടെ ഇവിടെ സംഭവിക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ്. അസംസ്കൃത വസ്തുക്കളുടെ വില കുത്തനെ ഉയർന്നതോടെ പപ്പട വ്യവസായം ഇപ്പോൾ പപ്പടം പോലെ പൊടിയുന്നത് മാത്രമല്ല, വില കൂട്ടാതെ എണ്ണം കുറച്ച് പപ്പടം വിൽക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ് പരമ്പരാഗത തൊഴിലാളികൾ. ശരാശരി 20 രൂപ വരുന്ന പപ്പട പാക്കറ്റിൽ മുൻപ് 14 ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ 11 അല്ലെങ്കിൽ 12 മാത്രമേ ഉള്ളൂ. തമിഴ്നാടൻ പപ്പടം വിപണിയിലുണ്ടെങ്കിലും പരമ്പരാഗത തൊഴിലാളികൾ ഉണ്ടാക്കുന്ന പപ്പടത്തിനാണ് രുചി കൂടുതലും ആവശ്യക്കാരേറെയും. ഒരു ദിവസം 5 കിലോഗ്രാമിൽ താഴെ മാവ് ഉപയോഗിച്ച് പപ്പടം ഉണ്ടാക്കുന്നവർ മാത്രമാണ് ഇപ്പോൾ പരമ്പരാഗത രീതിയെ ആശ്രയിക്കുന്നുള്ളൂ. പപ്പടക്കാരം, ഉഴുന്ന് എന്നിവയുടെ വിലക്കയറ്റമാണ് ഇപ്പോൾ വെല്ലുവിളിയാകുന്നത്. നമുക്കറിയാം, ഉഴുന്ന മാവും പപ്പടക്കാരവും ഉപ്പും വെള്ളവും ചേർത്ത് കുഴച്ച് തമ്മിൽ ഒട്ടാതിരിക്കാൻ നല്ലെണ്ണയും അരിപ്പൊടിയോ അല്ലെങ്കിൽ കപ്പപ്പൊടിയോ മുകളിൽ തൂകി വെയിലത്തുണക്കിയെടുക്കുന്ന തനി നാടൻ പപ്പടത്തിന് ഇപ്പോൾ വിലങ്ങ് തടിയാവുകയാണ് വ്യാജ മൈദ പപ്പടം. ഉഴുന്നിന് പകരം മൈദയാണ് ഇവർ ഉപയോഗിക്കുന്ന പ്രധാന ചേരുവ. മൈദയ്ക്കാകട്ടെ കിലോയ്ക്ക് 40 രൂപയിൽ താഴെയാണ് വില. എന്നാൽ സാധാരണ പപ്പടം പോലെ ഇവ പൊള്ളി വരില്ല, രുചിയും ഉണ്ടാകില്ല. ഉൽപാദന ചെലവ് കുറവായതുകൊണ്ട് തന്നെ ചെറിയ തുകയ്ക്ക് കൂടുതൽ എണ്ണം കൊടുക്കാനാകും. പപ്പടക്കാരത്തിന് പകരം അലക്കുകാരമാണ് ഇവിടെ ഇടം പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ആരോഗ്യത്തിന് ഗുരുതരമായിട്ട് പ്രശ്നമുണ്ടാക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. മാത്രമല്ല, പരമ്പരാഗത മേഖലയിൽ പണിയെടുക്കുന്നവർ വെയിലത്ത് വെച്ചാണ് പപ്പടം ഉണക്കുന്നത്. അതിനാൽ തന്നെ നാം ശ്രദ്ധിക്കേണ്ടത് വൻ ഓഫറിലുള്ള പപ്പടങ്ങൾ തിരഞ്ഞെടുക്കാതിരിക്കുക. ഓഫർ വിലയ്ക്ക് ഒരിക്കലും നല്ല പപ്പടം വിൽക്കാൻ കഴിയില്ല. പരമാവധി പരമ്പരാഗത രീതിയിലുള്ളവരെ സമീപിക്കുക. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.